നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് ആയുസ് കുറയ്ക്കാനുള്ള മരുന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് അംഗീകരിക്കും? റെസ്റ്റോറൻറ്റ്സിൽ ഉപയോഗിക്കുന്ന സോയ ഓയിൽ, പീനട്ട് ഓയിൽ, പാം ഓയിൽ ഇതൊന്നും ഭക്ഷണയോഗ്യമായ ഒരു സാധനങ്ങളല്ല. നിങ്ങൾ ഓരോ സാധനത്തിനെയും അതിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ നേരത്ത് കെമിക്കൽ റിയാക്ഷനിലൂടെ അക്രിലാമൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അതൊരു കാർസനോജിക്കാണ്. എന്താണ് കാർസനോജിക് എന്നറിയാമോ? ക്യാൻസർ സെൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റാണത്. റെസ്റ്റോറൻറ്റ്സിൽ ഇതിനെ തുടർച്ചയായിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത് മണിക്കൂറുകളോളം. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഈ ഓയിൽ ട്രാൻസ്ഫാറ്റായിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മളെ ഫുഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ട്രാൻസ്ഫാറ്റ് നമ്മുടെ ശരീരത്ത് പോയിട്ട് ഹാർട്ടിൽ, ആർട്ടറീസിൽ പറ്റിപ്പിടിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ബ്ലോക്കേജ് സംഭവിക്കുന്നു. ഭാവിയിൽ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം ഏർലി ഡെത്തിന് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കുന്നവരോട് കയ്യിലുള്ള പൈസ കൊടുത്ത് നിങ്ങൾ പോയിസൺ മേടിച്ച് കഴിക്കുന്ന എന്തിനാണ്? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ സന്തോഷ് ജോർജ് സാർ പറഞ്ഞ പോലെ കേരളത്തിൽ 75% ആളുകളും രോഗികളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഫുഡിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ. നമ്മുടെ കേരളത്തിൽ എത്ര പേർ വർക്കൗട്ട് ചെയ്തിട്ട്? കൂടി വന്നാൽ 40% പോലും ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവർ ഈ സാധനം മേടിച്ചിട്ട് കഴിച്ച് കാലൻ്റെ കയ്യിൽ കയറും കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കുക. KFC ആയാലും ഫ്രഞ്ച് ഫ്രൈസ് ആയാലും അതുപോലെ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള എന്ത് സാധനങ്ങളായാലും നമ്മൾ രോഗത്തെ വില കൊടുത്ത് മേടിക്കുകയാണ്.